അസ്സലാമു അലൈക്കും. ഈ 6 സ്ഥലത്തോട്ട് മലക്കുകൾ ഒരിക്കലും പ്രവേശിക്കൂല. നമ്മൾ ലക്ഷറി അല്ലെങ്കിൽ കംഫർട്ടൊക്കെ നോക്കി നടന്നാൽ പടച്ചോന് പ്രൊട്ടക്ഷന് അല്ലെങ്കിൽ ദയ അല്ലെങ്കിൽ ബർക്കത്തൊക്കെ തരുന്ന മലക്കുകളെ നമ്മളുള്ള സ്ഥലത്തോട്ട് പറഞ്ഞു വിടൂല. അതിലൊന്ന് ജീവജാലങ്ങളെ ഫോട്ടോ അല്ലെങ്കിൽ പ്രതിമ ഒക്കെ ഉള്ള സ്ഥലം. ഹദീസിൽ പറയുന്നുണ്ട്, ഈ ജീവജാലങ്ങളെ ഫോട്ടോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റാച്യു ഇതൊക്കെ ഉള്ള സ്ഥലം അല്ലെങ്കിൽ റൂം അല്ലെങ്കിൽ വീട് ഇവിടെയൊക്കെ കാരണം കൂടാണ്ടാണ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മലക്കുകൾ ആ ഭാഗത്തോട്ട് പ്രവേശിക്കൂല. 2, നായ ഉള്ള റൂം അല്ലെങ്കിൽ വീട്. പ്രൊട്ടക്ഷന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ നായിനെ വെറുതെ വളർത്തുന്ന സ്ഥലത്തോട്ട് മലക്കുകൾ പ്രവേശിക്കൂല. ഇസ്ലാം ഒരിക്കലും മൃഗങ്ങളോട് ദയ കാണിക്കരുതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മറിച്ച് ചില സ്ഥലങ്ങൾ നമ്മൾ ശുദ്ധവും പരിശുദ്ധവും ആയിരിക്കണം. പ്രത്യേകിച്ച് ഈ ആരാധനയൊക്കെ നടത്തുന്ന സ്ഥലം, അതൊക്കെ ഒരു വീട് റൂമായാലും അവിടെയൊക്കെ നമ്മൾ ആരാധന ചെയ്യാറുണ്ട്. 3, വ്യഭിചാരം അല്ലെങ്കിൽ അശ്ലീലം ഒക്കെ ഓപ്പൺ ആയിട്ട് കാണപ്പെടുന്ന സ്ഥലം. ഏതെങ്കിലും സ്ഥലം അവിടെ അശ്ലീലം ഓപ്പൺ ആയിട്ട് ചെയ്യുകയും അതുപോലെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊന്നും മലക്കുകൾ പ്രവേശിക്കൂല. 4, മറ്റൊരാളെ കുറിച്ച് കുറ്റം, ഇല്ലാത്ത കാര്യങ്ങൾ, അപവാദം ഇങ്ങനെയൊക്കെ പറയുന്ന സ്ഥലം മലക്കുകൾ അകറ്റുന്നു. കാരണം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളുള്ളിടത്ത് മലക്കുകൾ താമസിക്കൂല. 5, ഖുർആനെ പരിഹസിക്കുന്ന വീടുകളോ അല്ലെങ്കിൽ കൂട്ടായ്മകളോ ഉള്ള സ്ഥലം. ഒരു ആയത്തിനെ കുറിച്ച് മിണ്ടാതെ ചിരിച്ചാലോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പാട്ടുകളായിക്കോട്ടെ അല്ലെങ്കിൽ മാധ്യമങ്ങളായിക്കോട്ടെ ഇതൊക്കെ ഖുർആനെ ഏതെങ്കിലും വഴിയിൽ പരിഹസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളിലൊന്നും അള്ളാഹുവിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ സംരക്ഷണം ഉണ്ടാവില്ല. 6, പടച്ചോന് ഓൾറെഡി മറന്ന സ്ഥലങ്ങളാണ്. അതായത് ദിക്റില്ലാത്ത വീട്. അതുപോലെ പടച്ചോനെ ഓർമ്മപ്പെടുത്തുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഹൃദയങ്ങളൊക്കെ മലക്കുകൾ സ്നേഹിക്കുന്നു. നമ്മളെല്ലാവരും പടച്ചോനെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.